മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ പ്രയാഗ്രാജിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ധ്യാന സ്നാനത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് വരുന്നത്. അദ്ദേഹം പുണ്യ സ്നാനത്തിന് ശേഷം സന്യാസിമാരുമായി കൂടിക്കാഴ്ച हरि ओम नमस्ते रुद्रमण्यव भूतोत इघवे नमः बाहुभ्यामुतते नमः जाते रुद्र शिवा तनूरघोर पापकाशिनी तयानस्तन्वा सन्तमय गिरिसन्ताभिचाकसीः जामि खुङ्गिरिसन्तहस्ते विवर्खस्तवे शिवाङ्गिरितरताङ्कुरुमा हि गुंसीः पुरुषं जगत शिवे नवचसा त्वागिरिसाक्षा वदामसि यथा नः सर्वमिज्जगदा यच्मगुंसोमना असत अधियवोचदधिवक्ता प्रथमो दैव्यो भिखक अहिंश्च सर्वं भय सर्वासु जातु धान्यो धराचिः यतो यतः समीहसे ततो नो अभयं गुरो षण्डः कुरु प्रजाभ्यो भयन्नः पशुभ्यः विश्वानि देवसवितद्दुरितानि परशुभ जद्वदरं तर्ण अशुभ हरि ओम नमस्ते रुद्रमण्यव भूतोत इघवे नमः बाहुभ्यामुतते नमः जाते रुद्र शिवा तनूरघोर पापकाशिनी तयानस्तन्वा सन्तमय गिरिसन्ताभिचाकसीः जामि खुङ्गिरिसन्तहस्ते विवर्खस्तवे शिवाङ्गिरितरताङ्कुरुमा हि गुंसीः पुरुषं जगत शिवे नवचसा त्वागिरिसाक्षा वदामसि यथा नः सर्वमिज्जगदा यच्मगुंसोमना असत अधियवोचदधिवक्ता प्रथमो दैव्यो भिखक अहिंश्च सर्वं भय सर्वासु जातु धान्यो धराचिः यतो यतः समीहसे ततो नो अभयं गुरो षण्डः कुरु प्रजाभ्यो भयन्नः पशुभ्यः विश्वानि देवसवितद्दुरितानि परशुभ जद्वदरं तर्ण പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ പുണ്യ സ്നാനം നടത്തുകയായിരുന്നു. മഹാകുംഭമേളയിൽ അദ്ദേഹം അതിനുശേഷം സന്യാസിമാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ ബാബു, എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ? എപ്പോഴാണ് അദ്ദേഹം ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് തിരികെ ദില്ലിയിലേക്ക് പോവുക? അപർണ, ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി പ്രയാഗ്രാജിലെത്തിയത്. പ്രയാഗ്രാജിലെ പ്രത്യേക ബോട്ടിലാണ് അദ്ദേഹം ത്രിവേണി സംഗമത്തിലെ ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഇതിനുശേഷം അദ്ദേഹം അവിടെ പ്രത്യേക പൂജകളുമുണ്ട്. ആ പൂജകൾക്ക് ശേഷമാവും മടങ്ങുക. പ്രധാനമന്ത്രി ഇന്ന് എത്തുന്നത് പ്രമാണിച്ച് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രയാഗ്രാജിൽ ആകെ ഒരുക്കിയിരുന്നത്. ഇന്നത്തെ ദിവസം തന്നെ ഏകദേശം 37 ലക്ഷത്തോളം ആളുകൾ അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സുരക്ഷ പ്രമാണിച്ച് പ്രത്യേകമായി തന്നെ ത്രിവേണി സംഗമത്തിൽ തന്നെ പ്രത്യേക സ്ഥലം അതിനുവേണ്ടി മാറ്റിവെക്കുകയും അവിടെയാണ് അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇതിന് ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് പ്രധാനമന്ത്രി ഇന്ന് എത്തിച്ചേരും എന്നുള്ളത്. മറ്റ് അവിടെ എത്തുന്ന മറ്റ് തീർത്ഥാടകർക്ക് പ്രയാസമുണ്ടാകാത്ത രീതിയിൽ അവർക്ക് കൂടി കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്കായിരുന്നു പ്രധാനമന്ത്രിക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രത്യേകമായ സൗകര്യങ്ങൾ സാധാരണക്കാരായ എത്തുന്ന തീർത്ഥാടകർക്ക് ഉള്ള സൗകര്യങ്ങളും പ്രത്യേകമായി തന്നെ ഒരുക്കിയിരുന്നു. ഇന്ന് രാവിലെ പ്രയാഗ്രാജിൽ എത്തിയ പ്രധാനമന്ത്രി അല്പസമയത്തിന് ശേഷം പൂജകൾക്ക് ശേഷമാണ് ഡൽഹിയിലേക്ക് മടങ്ങുക.
കിരൺ, നേരത്തെ ഈ കുംഭമേളയിൽ വലിയ തിക്കും തിരക്കിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ പശ്ചാത്തലത്തിലും പ്രധാനമന്ത്രി പ്രയാഗ്രാജിൽ എത്തുകയില്ല എന്ന തരത്തിലുള്ളൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ മരിച്ച എത്ര പേരാണ് മരിച്ചതെന്നടക്കം വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ പ്രതിപക്ഷത്തിന് ഭാഗത്തുനിന്ന് ഉയരുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടി ഏറെ BJP സംബന്ധിച്ചിടത്തോളം പോലും രാഷ്ട്രീയപരമായി ഏറെ നിർണായകം കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അല്ലേ? പ്രധാനമന്ത്രി മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കഴിഞ്ഞ തവണയും മഹാകുംഭമേള നടക്കുമ്പോൾ അന്ന് അലഹബാദായിരുന്നു, ഇപ്പോഴാണ് പ്രയാഗ്രാജ് ആയത്. അന്ന് പ്രധാനമന്ത്രി ആയിരുന്നില്ല, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അന്നും അദ്ദേഹം അവിടെ പങ്കെടുത്തിരുന്നു, ഇപ്പോഴും പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഒരു പുണ്യ സ്നാനം നടത്തുന്ന ദിവസമല്ല എന്നുള്ളത്. ഇന്ന് സാധാരണമായ ഒരു ദിവസമാണ്, അങ്ങനെ ഒരു ദിവസമാണ് തിരഞ്ഞെടുത്തത്. സാധാരണഗതിയിൽ അങ്ങനെ വിശിഷ്ട ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകൾ തീർത്ഥാടകർ കൂടുതലായി വരുന്നത്. അത്തരം ഒരു ദിവസമല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ളൊരു തിരക്കില്ല. എങ്കിൽ പോലും 37 ലക്ഷത്തോളം ആളുകൾ ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവർ കൂടി വരുന്ന സാധാരണക്കാരായ തീർത്ഥാടകർ കൂടി കാര്യമായ അസൗകര്യങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുള്ളത്. നേരത്തെ തന്നെ അത്തരം പ്രധാനമന്ത്രി എത്തുന്ന പ്രമാണിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ അദ്ദേഹത്തിനെ അനുഗമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അവസാനം അദ്ദേഹം ഈ ത്രിവേണി സംഗമത്തിൽ ഇറങ്ങുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം ഒപ്പമില്ലാത്തത്. ബാക്കി സമയത്തൊക്കെ തന്നെ യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. അത്തരത്തേക്കുള്ള ഒരു കനത്ത സുരക്ഷയിലാണ്. മറ്റ് തീർത്ഥാടകർക്ക് കാര്യമായ പ്രയാസങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ വേണം എന്നുള്ള ഇതിൽ തന്നെ ആവണം. ആ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒഴിവാക്കി സാധാരണ കുംഭമേളയിൽ ഒരു ദിവസം പ്രധാനമന്ത്രി ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ വേണ്ടി എത്തിയത്. കിരൺ, ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ കൂടി നമുക്ക് അതിനെ വിലയിരുത്തേണ്ടി വരും. ഡൽഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ലോകത്തെല്ലായിടത്തും എത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ എത്തുന്നു. സ്വാഭാവികമായും അത് ഡൽഹി തെരഞ്ഞെടുപ്പിനെയൊക്കെ ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. അതുകൂടി ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഔദ്യോഗികമായി പറയാനാവില്ലെങ്കിലും സ്വാഭാവികമായും രാഷ്ട്രീയക്കാർ ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എപ്പോഴും രാഷ്ട്രീയപരമായ ചില ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടാവണം. ഡൽഹി തെരഞ്ഞെടുപ്പിനെ കൂടി ആ തരത്തിലേക്കൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. ഈ ദിവസം തന്നെ കൃത്യമായി ഗംഗയിൽ എത്തി അവിടെ ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ വേണ്ടി തീരുമാനിക്കുക, അവിടെ പ്രാർത്ഥന നടത്തുക എന്നൊക്കെ എടുക്കുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയെ പോലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അത് തത്സമയ സംപ്രേഷണമൊക്കെ നടത്താറുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചും ഈ ഇവിടെയൊക്കെ ഇതിൽ വിശ്വാസികളായ ആളുകളെയൊക്കെ സംബന്ധിച്ച് അവരെയൊക്കെ സ്വാധീനിക്കാൻ തന്നെ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യ സ്നാനം നടത്തി ദൃശ്യങ്ങളാണ് കണ്ടത്. അദ്ദേഹം ഉച്ചയോടുകൂടി തിരികെ ഡൽഹിക്ക് പോവുകയും ചെയ്യും. കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. വീണ്ടും കോഴിക്കോടേക്ക് മുക്കം പീഡന ശ്രമക്കേസിലെ പ്രതി ദേവദാസിനെ തെളിവെടുപ്പിനായി ലോഡ്ജിൽ എത്തിയ സമയത്ത് BJP പ്രവർത്തകരുടെ പ്രതിഷേധം